ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഇവിടെ 4-ാം തീയതി വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഞാൻ എൻ്റെ ക്യാമ്പയിന് ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ ആയിട്ട് നടപ്പാക്കില്ല. ഞാൻ ഒരു പുരോഗതി, വികസനം, തൊഴിൽ, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, സ്കില്ലിംഗ് അതിനെപ്പറ്റിയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇതാണ് ജനങ്ങൾക്ക് വേണ്ടത്. നമുക്ക് മുമ്പോട്ട് പോകാൻ, തിരുവനന്തപുരം മുമ്പോട്ട് പോകാനുള്ള ഒരു നറേറ്റീവ്, ഒരു ഡിസ്കോഴ്സ്, ഒരു രാഷ്ട്രീയം. അത് ചെയ്യുമ്പോൾ ഇവർ ആദ്യം CAൻ്റെ നുണ, പിന്നെ അത് നടപ്പാക്കുന്നില്ലെങ്കിൽ ഒരു മണിപ്പൂരിൻ്റെ നുണ, അത് കഴിഞ്ഞിട്ട് ബീഫിൻ്റെ നുണ, അതെല്ലാം നടക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിൽ അവർ എന്നെ ടാർഗറ്റ് ചെയ്യുക. അത് ചെയ്തോട്ടെ. അങ്ങനെ ഞാൻ അന്ന് പറഞ്ഞത് ഇന്നും പറയുന്നു, അവരുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ കോർട്ട് പോവുക, അത് ചെയ്യുക. എന്നെ ഡിഫെയിം ചെയ്യാൻ നോക്കിയാൽ ഞാനും ലീഗലി റെസ്പോണ്ട് ചെയ്യും. അങ്ങനത്തെ രാഷ്ട്രീയം എനിക്ക് ഒരു താല്പര്യമില്ല. ബട്ട് എന്നെ അങ്ങനെ പ്രൊവോക്ക് ചെയ്ത് നുണ പറഞ്ഞ് ഞാൻ കാശ് കൊടുക്കുന്നുണ്ടെന്നെല്ലാം പറയാൻ അങ്ങനെ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് എടുക്കാനും ശക്തി ഉണ്ടാവണം. കോൺസിക്വൻസസ് ഉണ്ടാവും. എന്നെ ഡിഫെയിം ചെയ്ത് രാഷ്ട്രീയം കളിക്കുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കണം. ഞാൻ അങ്ങനെ കുത്തിയിരുന്ന് ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നല്ല. എന്നെ ഡിഫെയിം ചെയ്ത് അതിൻ്റെ ലീഗൽ കോൺസിക്വൻസസ് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടത് പുരോഗതി, വികസനം, തൊഴിൽ, സ്കില്ലിങ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അതിനെപ്പറ്റി ഡിബേറ്റ് ചെയ്യുക. ഞാൻ തയ്യാറാണ്. 15 കൊല്ലം എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല, എത്ര പ്രശ്നങ്ങളിൻ്റെ പരിഹാരം ഉണ്ടാക്കിയില്ല, അതിനെപ്പറ്റി ഡിബേറ്റ് ചെയ്യണം. അതല്ലാണ്ട് എല്ലാ ദിവസവും ഓരോന്ന് ഒരു ഡെസ്പറേറ്റ്, ഒരു തോൽക്കുന്ന പേടികൊണ്ട് ഓരോന്നും ഉണ്ടാക്കി പറയുന്നത്, അത് എനിക്ക് തോന്നുന്നത് ജനങ്ങൾക്ക് ഇഷ്ടമാണ്. അതല്ല ജനങ്ങൾക്ക് വേണ്ടത്.